എന്തായി പാക്കിങ് ഒക്കെ കഴിഞ്ഞോ? അങ്ങനെ റെഡിയല്ലേ? പോവാം. നമ്മൾ ചേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചേട്ടനെയും കൂട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കായംകുളത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പോവാല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയാ പോയാലോ? നമ്മൾ കടക്കാരി തന്നെ ഇപ്പം കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ പോവാന്ന്. അതാണ് ഇതെല്ലാം പെക്ക് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ 3:30 ട്രെയിന്. അത് ഇദ്ദേഹമാണ് നമ്മളെ ട്രിപ്പിൻ്റെ മെയിൻ കണ്ണി. സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാനിങ്ങിനൊന്നും അല്ലായിരുന്നു. ഞാനും ഹസ്ബൻഡും മണാലി പോകാൻ നിന്നത്, ഇക്ക വിയറ്റ്നാമിലും പോകാൻ നിന്നതുമാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ എടുത്ത തീരുമാനമാണ് കാശ്മീർ പോകാനുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ വന്നിട്ടില്ല. ഞങ്ങള് ട്രെയിൻ കാത്തിരിക്കുകയാണ്. ലേറ്റ് ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. 3:30 വരണ്ടേ, ഇതുവരെ വന്നില്ല. അങ്ങനെ കാത്തിരുന്ന് നമുക്ക് പോകേണ്ട ട്രെയിൻ ഇതാ വരുന്നു. സൂപ്പറാണ്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇവിടെ എത്ര മണിക്കൂർ പിടിച്ചിട്ടേക്കാം? അരമണിക്കൂർ ഒക്കെ പിടിച്ചിട്ടായിരുന്നു. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം, ബാക്കി വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഇരിക്കുന്നതും പിന്നെ ഫുള്ളും അത് കാണിച്ചു തരാം. കിടക്കുന്ന സ്ഥലവും എല്ലാം കാണിച്ചു തരാം. ഇവിടുന്ന് പിന്നെ എൻ്റെ കുട്ടൂസ് കിടന്നുറങ്ങുന്നു. ഇതെൻ്റെ മോൻ താണ്ടി ഇരിക്കുന്നു. ഇതെന്തൊക്കെ നമുക്കിവിടെ വിരിക്കാനുള്ള ബെഡ്ഷീറ്റ് എടുത്തു നോക്കാൻ. പിന്നെ ഒരു പില്ലുണ്ട്. ഞാൻ അടുത്താളെ കാണിച്ചു തരാം. അടുത്ത നല്ല ഉറക്കമാണ്. ആള് കാശ്മീരിലെ വീഡിയോ ഒക്കെ കണ്ടുറങ്ങുന്നു. ആള് കാശ്മീരിലെ വീഡിയോ ഒക്കെ കണ്ടുറങ്ങുന്നു. ഇന്നലേക്ക് ലേറ്റ് ആയാലും ആൾക്ക് ഉറക്കം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കമായി. ഇത് AC കമ്പാർട്ട്മെന്റ് ആണ്. വേറെന്തോ പറയാൻ, ഞാൻ ഫുഡൊന്നും കഴിച്ചു തുടങ്ങിയില്ല. അതുകൊണ്ട് ഫുഡിന്റെ കാര്യമൊന്നും പറയാറായിട്ടില്ല. നമ്മൾ ആഡ് ഇങ്ങനൊക്കെ ഓരോരുത്തർ പോണെന്നേ ഉള്ളൂ. ഇപ്പൊ ഒന്നും ആയിട്ടില്ല. മുട്ടായി തിന്നാൻ ആഗ്രഹമായ ഒരു കുട്ടിയായിരിക്കും. ചപ്പാത്തി. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഓർഡർ കൊടുക്കുകയാണ്. കാരണം ഇവിടെ തന്നെ ഒരു ഒന്ന് ഓർഡർ എടുത്തിട്ട് ടൈം ആകുമ്പോൾ നമ്മൾ സീറ്റ് നമ്പറിൽ തന്നെ കൊണ്ട് തരുന്നതാണ്.
കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ക്ലിയർ ഇല്ലാന്ന് നൈറ്റായി, അതുപോലെ ഗ്ലാസ്സിൽ കൂടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല. 8 മണി ആവുമ്പോൾ 8 മണിയാകുമ്പോൾ 8 മണി അങ്ങനെ 8 മണി ആവും. 8 മണിയാവാൻ പോവുകയാണ്. അപ്പം ഇപ്പം എറണാകുളം കഴിഞ്ഞ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെന്തുവാ, ഫുഡ് ഇതുവരെയും കൊണ്ടുവന്നില്ല, ഇപ്പം കൊണ്ടുവരുത്തതേ ഉള്ളൂ. വെളിയിലത്തെ ഒരു ഇത് കാണിച്ചു തരാം. ഇതാണ് വെളിയിലത്തെ ഒരു ഇത്. ബാത്റൂമിൻ്റെ കാര്യം പറയണ്ടല്ലോ, കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ സാധാ ലോക്കൽ ട്രെയിനിൽ കയറുന്ന കണക്കല്ലല്ലോ, ബുക്ക് ചെയ്ത് കഴിയുകൊണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരെ 8:15 ആയപ്പോഴത്തേക്കിനും നമ്മൾ ഫുഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരല്ലേ, അപ്പോൾ ഞങ്ങൾ 3 പേർക്കാണ് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ചേട്ടന് ഫ്രൈഡ് റൈസും ഞങ്ങൾക്ക് 2 പേർക്കും ചപ്പാത്തിയും എന്തോ ഒരു പേര് പറയുന്നുണ്ട് കറിക്ക്, എനിക്ക് അറിയത്തില്ല, ഒരു കറി. എനിക്ക് പനീർ വന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഫുഡും കറിയും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. മോനും കഴിച്ചു, എനിക്ക് എൻ്റെ വായുടെ കുഴപ്പമൊന്നും അറിയത്തില്ല. ഇക്ക തിന്ന ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇക്ക തിന്നത് ആണോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വായുടെ എന്തോ കുഴപ്പമായിരിക്കും, പക്ഷെ എനിക്ക് മാത്രം എന്തോ ഇഷ്ടപ്പെട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ കിടക്കാൻ പോവാണ്. ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ, കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം ബാക്കി നാളത്തെ ഡേ. മോർണിംഗ് സ്റ്റാർട്ടിങ് അപ്പം വീഡിയോ ഇവിടെ മലയാളം തന്നെ നേരെ പറയാൻ പറ്റുന്നില്ല, ഞാനിവിടെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. കാണാം. ബൈ. ബൈ.